പ്രിയ കലാസ്നേഹികളെ, പോപ്പോൾ മേഴ്സി ഹോം ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിലെ ബി.എഡ് സെക്കൻഡ് ഇയർ ടീച്ചർ ട്രെയിനീസ് അവതരിപ്പിക്കുന്ന സാമൂഹ്യ നാടകം സ്നേഹസ്പർശം. ആധുനിക കാലഘട്ടത്തിൽ കുടുംബവും സമൂഹവും ഒറ്റപ്പെടുത്തുമ്പോൾ മാനസികമായും ആത്മീയമായും തകർന്നു പോകുന്ന യുവതലമുറയുടെ ആത്മനൊമ്പരത്തിനു മുമ്പിൽ ഈ നാടകം ഞങ്ങൾ സമർപ്പിക്കുന്നു. അവതരണം ബി.എഡ് സെക്കൻഡ് ഇയർ ടീച്ചർ ട്രെയിനീസ്. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. സ്നേഹസ്പർശം. ഞാൻ മീര ടീച്ചർ. കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട അധ്യാപികയാണ്. എല്ലാ അധ്യാപകരുടെ ജീവിതത്തിലും മനസ്സിൽ ആഴത്തിൽ ഇടം പിടിച്ച ഒരു വിദ്യാർത്ഥിയെങ്കിലും ഉണ്ടാകും. അതുപോലെ എന്റെ അധ്യാപന ജീവിതത്തിൽ ഉണ്ടായ മറക്കാനാവാത്ത ഒരനുഭവം നിങ്ങളോട് പങ്കുവെച്ചോട്ടെ. ദാ വരുന്നു നമ്മുടെ മിനിക്കുട്ടി. ഈ മിനിക്കുട്ടിയെ നമുക്ക് പരിചയപ്പെട്ടാലോ? നീ ആ മാധവന്റെ കൊച്ചല്ലേ? ഈ നേരത്താണോ കൊച്ചെ സ്കൂളിൽ പോണേ? ദേ, നിങ്ങൾ മിനിക്കുട്ടീനെ കണ്ടില്ലേ? ആര് പറയുന്നതും അവൾ ശ്രദ്ധിക്കില്ല. അവൾ അവളുടേതായ ലോകത്താണെന്നേ. ഇനി എന്റെ മിനിക്കുട്ടിയും ഞാനും ആദ്യമായി കണ്ടുമുട്ടിയ ഞങ്ങളുടെ സ്കൂള് കാണണ്ടേ? ഗുഡ് മോർണിംഗ് ടീച്ചർ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയൊരു കണക്കാണ്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കേ ടീച്ചർ. ആഹാ, വന്നല്ലോ വനമാല. ഇതെന്താ ഇത്? ഇതാണോ സ്കൂളിലേക്ക് വരുന്ന വേഷം? വേഗം കയറിയിരിക്കോ. എന്തിനാണ് വന്നത് എന്ന് പോലും അറിയില്ലല്ലോ. കഷ്ടം. മിനിക്കുട്ടിയുടെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ. രമ ടീച്ചറിന്റെ ക്ലാസ്സിൽ അവൾ ഇങ്ങനെയാണ്. ഇനി സുനിൽ മാഷിന്റെ ക്ലാസ്സിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിലെടുത്തപ്പോ ആരെങ്കിലും ഓർമ്മയുണ്ടോ? മിനിക്കുട്ടി പറയൂ, എന്താണ് പ്രകാശ സംശ്ലേഷണം? അറിയില്ല മാഷേ, ഞാനത് കേട്ടിട്ടും കൂടിയില്ല. ഇങ്ങനെ ഒരു കുട്ടിയെ ആദ്യമായിട്ടാണ് കാണുന്നത്. ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തവർ ക്ലാസ്സിൽ ഇരിക്കാണ്ട് ഇറങ്ങിപ്പോവാം. ഞാൻ ആ സ്കൂളിൽ ജോയിൻ ചെയ്ത ദിവസമാണിന്ന്. എന്റെ ഇംഗ്ലീഷ് പീരീഡ് എടുക്കാൻ പോകുന്ന സമയത്താണ് മിനിക്കുട്ടി പുറത്തു നിൽക്കുന്നത് ഞാൻ കാണുന്നത്. എന്താ കുട്ടി പുറത്തു നിൽക്കുന്നത്? പഠിക്കുകയില്ല, ക്ലാസ്സിലോട്ട് ശ്രദ്ധിക്കുകയില്ല. കുറച്ചുനേരം പുറത്തെ കാഴ്ചകളൊക്കെ കാണട്ടെന്ന് കരുതി. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? ക്ലാസ്സിൽ കയറിയിരിക്കൂ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഞാൻ മീര, നിങ്ങളുടെ പുതിയ ഇംഗ്ലീഷ് ടീച്ചറാണ്. ഇന്ന് പുതിയ പാഠഭാഗമൊന്നും എടുക്കുന്നില്ല. നമുക്ക് പരസ്പരം പരിചയപ്പെട്ടാലോ? ഓക്കേ ടീച്ചർ. ടീച്ചറെ, എന്റെ പേര് യമുന. എന്റെ പേര് പാർവതി. എന്റെ പേര് ആര്യ. എന്റെ പേര് അനുശ്രീ. എന്റെ പേര് ദീപ്തി. കുട്ടി, പേര് പറയൂ. എന്തിനാ ടീച്ചറെ, എന്നെ ഓർക്കാനൊന്നും പോണില്ലാലോ. പിന്നെന്തിനാ എന്റെ പേരൊക്കെ അറിയുന്നേ? നിങ്ങൾ കണ്ടോ, മിനിക്കുട്ടി ഭയങ്കര ദേഷ്യക്കാരിയാണെന്നേ. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം. ഓരോ കുട്ടികളുടെയും സ്വഭാവവും പെരുമാറ്റവും നിർണയിക്കുന്നത് അവരുടെ ആദ്യ വിദ്യാലയമായ കുടുംബത്തിൽ നിന്നാണ്. മിനിക്കുട്ടിയുടെ പ്രശ്നത്തിനും കാരണം കുടുംബം തന്നെ ആവൂല്ലേ? എന്തായാലും നമുക്ക് മിനിക്കുട്ടിയുടെ വീട്ടിലേക്കൊന്ന് പോയി നോക്കിയാലോ? ക്ലബിലേക്ക് വരുമ്പോഴേ ആ ചുവപ്പിൽ കറുത്ത പൂക്കളുള്ള സാരി എടുത്താ മതി കേട്ടോ. അയ്യോടാ, ഞാൻ നാളെ ജീൻസും സ്ലീവ്ലെസ്സും ഇടാമെന്ന് കരുതിയതാ. ഇച്ചായനെ ദുബായിൽ നിന്നും എക്സ്പോർട്ട് ചെയ്തതാ. ആ, എന്നാ പിന്നെ അതെടുത്തോ. എന്റെ ചേട്ടൻ UK കൊടുത്തു വിട്ട ഒരു സൂപ്പർ ഐറ്റം ഉണ്ട്. അത് ഞാൻ ഇപ്പൊ ഇറക്കുന്നില്ല. ആ സൂസനൊക്കെ നല്ല പത്രാസിലാവും വരുന്നുണ്ടാവുക. അവളുടെ മകൻ ജോർജിയയിൽ നിന്നും മെഡിസിൻ പൂർത്തിയാക്കി വന്നതാണത്രേ. അവിടെ പിടിച്ചു നിക്കണ്ടേ നമുക്കൊക്കെ? എന്നാ ശരി, ഞാൻ നോക്കട്ടെ. എടി, ചോറെടുത്ത് വെക്കാൻ നോക്ക്. രാജി, എന്റെ ഹബ്ബി ഡിന്നർ കഴിക്കാൻ വിളിക്കുന്നുണ്ടേ. നാളെ കാണാവേ. എന്നാ ശരിടാ. ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മനുഷ്യ, ഫോൺ ചെയ്യുന്ന സമയത്ത് എടീ പേടി പറഞ്ഞ് പിന്നാലെ വരരുതെന്ന്. ഹോ, നിന്റെ ഒരു പത്രാസ് കാണിക്കല്. വേഗം ചോറെടുത്ത് വെക്കാൻ നോക്കടി.
നിങ്ങൾ എത്ര നേരം എവിടെയായിരുന്നു? ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോയിരിക്കല്ലായിരുന്നോ? എനിക്ക് വിശന്നപ്പോ ഞാൻ ആ ചോറെടുത്ത് കഴിച്ചു. ആടി, എനിക്കറിയാം നിന്നെ. സ്വന്തം പൊത്തു നിറയ്ക്കുക മാത്രം ചിന്തയുള്ളൂ. കുറെ പൊട്ടിവാരിപ്പൊത്തി പത്രാസ് കാണിക്കുന്ന നിന്റെയൊക്കെ കയ്യിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ആണല്ലോ, എന്നാ മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങിക്കോ. അത് നീ പറയണ്ടടി. വീട്ടിലെ കാര്യം നോക്കാൻ നേരില്ല അവൾക്ക്. നീയൊക്കെ എവിടുന്ന് വരുന്നടി? ഈ മനുഷ്യ, നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട. അനൂപേ, അപ്പൊ നാളെ കാണാം. ശരിടാ മുത്തേ. ബായിടാ. പറഞ്ഞ സ്ഥലം മറക്കണ്ട. ഇല്ലടാ, മറക്കില്ല. നീ എന്താടി ഇരുട്ടത്തിരിക്കുന്നേ? ഉറക്കമൊന്നുമില്ലേ? നീ എന്റെ കാര്യമൊന്നും നോക്കണ്ട, നീ നിന്റെ കാര്യം നോക്ക്. എന്താടി പറഞ്ഞ്? ഒരൊറ്റ അടി. ആ, വന്നു തുടങ്ങി. നീ അവളെ ഉപദേശിക്കാൻ നിൽക്കണ്ട. നിന്റെ കാര്യം നോക്കുക ആദ്യം. ഓ, ഞാൻ വന്നതായ ഇപ്പൊ പ്രശ്നം. എന്നാ ഇനി മുതൽ ഞാൻ വരുന്നില്ല. ആ, അതാണ് നല്ലത്. പൊക്കോ അവിടുന്ന്. ഇത് എന്റെ കൂടെ വീടാണ്. ഞാൻ വരും, പലതും ചെയ്യും. ആരും എന്നോട് ചോദിക്കാൻ നിക്കണ്ട. ആരും എന്നോട് ചോദിക്കാൻ നിക്കണ്ട. അച്ഛനും മോനും നേരിൽ കണ്ട കീരിയും പാമ്പാ. നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ മനുഷ്യ? ശരിയാണ്, ഞാൻ മിണ്ടിയതാ ഇപ്പൊ പ്രശ്നം. അവന്റെ അച്ഛനായ എന്നോട് അവൻ ഇങ്ങനെ പറയുന്നത് തെറ്റല്ല. ശരി, നിങ്ങള് വഴക്കൊക്കെ കഴിഞ്ഞ് പതുക്കെ കിടന്നാ മതി. നാളെ എനിക്ക് ക്ലബിൽ കോൺഫറൻസ് ഉള്ളതാ. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. നാശം. ഈ വീട്ടിലേക്ക് വരാതിരിക്കുന്ന നല്ലത്. ആ മാധവൻ ഇത്തിരി കൂടുന്നുണ്ട്. ദേഷ്യം തീരുന്നില്ലല്ലോ. ഇന്നിനി ഇവനില്ലാതെ പറ്റില്ല. ടീച്ചറെ, ഈ മിനിക്കുട്ടിയുടെ പേപ്പർ കണ്ടോ? ആകെ വരച്ചു കൂട്ടി വെച്ചിരിക്കണു. ഒരു 1/2 മാർക്ക് പോലും ഇട്ടുകൊടുക്കാൻ വഴിയില്ല. ആ, അത് വലിയ കാര്യാക്കണ്ട. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഒന്നും അറിയില്ല ആ കുട്ടിക്ക്. എല്ലാ ടീച്ചർമാരും ആ കേസ് വിട്ട കണക്കാം. അങ്ങനെയല്ലല്ലോ ടീച്ചറെ, എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അതാണ് ആ കുട്ടി ഇങ്ങനെയാവുന്നത്. ചിലപ്പോ നമ്മുടെ ആരുടെയെങ്കിലും ഒരു കൈത്താങ്ങ് മതിയാവും ആ കുട്ടിയെ ഉയർത്തിക്കൊണ്ടുവരാൻ. മിനി ടീച്ചർ ഉയർത്തുകയോ താഴ്ത്തുകയോ എന്ത് വേണേലും ആയിക്കോളൂ. എനിക്കൊന്നും വയ്യ അതിന്റെ പിറകെ നടക്കാൻ. അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ നീലത്തുരുത്തില് നീർപ്പരത്തിൽ നിഴലിടും. അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. വാവ്, മിനിക്കുട്ടി സൂപ്പറായി പാടുന്നുണ്ടല്ലോ. എല്ലാവരും ഒരു ഉഗ്രൻ ക്ലാപ്പ് കൊടുത്തേ. നമ്മുടെ ക്ലാസ് ലീഡറെ മാറ്റാൻ സമയമായല്ലേ? ഇനി ആരാണ് ഇതുവരെ ലീഡർ ആകാത്തത്? ടീച്ചറെ, ഞാനായിട്ടില്ല. ടീച്ചറെ, ഞാനും. മിനിക്കുട്ടി ലീഡർ ആയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഈ മാസം മിനിക്കുട്ടിയാണ് കേട്ടോ ലീഡർ. മിനിക്കുട്ടിക്ക് ആദ്യമായി കിട്ടിയ ഒരു പരിഗണനയാണിത്. അവൾ ഉള്ളുകൊണ്ടൊന്ന് പുഞ്ചിരിച്ചു കാണും. ആ പുഞ്ചിരി എനിക്ക് കാണാമായിരുന്നു. മിനിക്കുട്ടിക്ക് ഉത്തരവാദിത്വങ്ങൾ കൂടിക്കൂടി വന്നു. ഓരോന്നും അവൾ ഭംഗിയായി ചെയ്തു. അവൾ എന്നോട് നന്നായി അടുത്തു. മിനിക്കുട്ടി, ഒന്ന് നിന്നേ. ഇതൊന്ന് ചേട്ടന് കൊടുക്കോ? ആ ചേട്ടാ, ഞാൻ കൊടുക്കാം. ഗുഡ് മോർണിംഗ് ടീച്ചർ. കുട്ടികളെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടീച്ചർ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കേ ടീച്ചർ. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മയക്കുമരുന്ന് വേട്ട. നിങ്ങൾ കുട്ടികളെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് മക്കളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. അപരിചിതരായിട്ടുള്ള ആരെങ്കിലും എന്ത് തന്നാലും നിങ്ങൾ അതൊന്നും സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാല് നിങ്ങൾ രക്ഷിതാക്കളെയോ നിങ്ങളുടെ ടീച്ചേഴ്സിനെയോ വിവരം അറിയിക്കണം. ഈ കാര്യം എല്ലാവരുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. ഓക്കെ? ഓക്കേ ടീച്ചർ. ടീച്ചറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മിനിക്കുട്ടി, പറയൂ. ഞാനിന്ന് സ്കൂളിലേക്ക് വരുമ്പോ അനൂപേട്ടന്റെ കൂട്ടുകാരൻ എനിക്കൊരു പൊതി തന്നു. ആ പൊതി അനൂപേട്ടന് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് നീ ആ പൊതി എന്ത് ചെയ്തു?
അതെന്റെ ബാഗിലുണ്ട് ടീച്ചർ. എക്സ്ക്യൂസ് മീ. യെസ്, ഇരിക്കൂ സാർ. ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമെന്നാണ്. സർ, എന്ത് ഇൻഫർമേഷൻ? പറയൂ സർ. ഈ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മീനുകുട്ടി എന്ന വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്ന് മയക്കുമരുന്നുണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ നിങ്ങൾ സഹകരിക്കണം. സർ, ഇതൊരു സ്കൂളല്ലേ. മറ്റു കുട്ടികൾ കാണുമ്പോൾ അത് സ്കൂളിനെ പ്രതികൂലമായി ബാധിക്കും. ഞങ്ങളുടെ എത്തിക്സിനെ കുറിച്ച് പറയണ്ട. ഞങ്ങളുടെ മര്യാദ ഭാഷയിലാണ് നിങ്ങളോട് സംസാരിച്ചത്. ആ കുട്ടിയെ വിളിക്കുക. എന്താ മാം വിളിപ്പിച്ചേ? സുജ, 5Bയിലെ മിനിക്കുട്ടിയോട് ബാഗും എടുത്തു വരാൻ പറയൂ. ഓക്കെ മാഡം. ടീച്ചർ മിനിക്കുട്ടിയോട് ബാഗുമായിട്ട് പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. സുജേച്ചി, ഒരു 5 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. മിനിക്കുട്ടി, മോളുടെ ബാഗ് ഒന്ന് തുറന്നു കാണിച്ചേ. പോലീസ് മാമനെ ഒന്ന് കാണാനാ. സർ, എന്റെ ബാഗില് ഒന്നുമില്ല. പറഞ്ഞത് ചെയ്താ മതി, വേറെ സംസാരിക്കാനൊന്നും നിക്കണ്ട. സാറേ, ഞാൻ സ്കൂളിലേക്ക് വരുമ്പോ അനൂപേട്ടന് കൊടുക്കാൻ പറഞ്ഞ് ഒരു ചേട്ടൻ തന്നതാ ഇത്. നുണ പറയണ്ട കൊച്ചേ. ശരിക്കും നീ വേറെ ആർക്കോ കൊടുക്കാൻ കൊണ്ടുവന്നതല്ലേ? ഇല്ല സാറേ, ഞാൻ സത്യാണ് പറയണത്. സർ, ഇതൊരു സ്കൂളാണ്. അതൊരു ചെറിയ കുട്ടിയല്ലേ. ആ കുട്ടി പറയുന്നത് കൂടി കേൾക്കാൻ ശ്രമിക്കണം. ഓ, അപ്പൊ ടീച്ചർമാർ അറിഞ്ഞുകൊണ്ടാണല്ലേ ഇതെല്ലാം? ഹേ സാർ, മാന്യമായി സംസാരിക്കണം. ഒരു വനിതാ കോൺസ്റ്റബിൾ പോലും ഇല്ലാതെ, അറസ്റ്റ് വാറന്റും ഇല്ലാതെ ഒരു സ്കൂളിൽ വന്ന് ഇങ്ങനെ പെരുമാറാൻ നിങ്ങൾക്ക് ആരാണ് അനുമതി തന്നത്? നീതിയും നിയമങ്ങളും നീ ഞങ്ങളെ പഠിപ്പിക്കേണ്ടത്. സർ, നിങ്ങളുടെ കയ്യിൽ അറസ്റ്റ് വാറന്റ് ഉണ്ടോ? ഇല്ല, ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ ഫേക്ക് ആണെങ്കിലോ? ഒരു അറസ്റ്റ് വാറന്റ് ഇല്ലാണ്ട് ഒരു സ്കൂളിലേക്ക്, അതും പ്രവൃത്തി സമയത്തിൽ വരാൻ മാത്രം ചൂട് ഡിപ്പാർട്ട്മെന്റിനുണ്ടോ സർ? നിങ്ങൾ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. അന്വേഷിക്കും സാർ. ഒരു ചെറിയ പെൺകുട്ടിയെ കേസിൽ കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സാർ, ഇവനാണ് എല്ലാത്തിനും കാരണം. ഞാനാ ഇതിനെല്ലാം കാരണം. അവന് പണി കൊടുക്കാൻ വേണ്ടി ചെയ്തതാ. നടക്കടാ അങ്ങട്. ബാക്കി സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാം. ടീച്ചറെ, എന്റെ ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ. മോളെ, നീ ഒരിക്കലും വിഷമിക്കരുത്. മോൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് ടീച്ചർക്ക് ഉറപ്പായിരുന്നു. മോളെ ഒരുപാട് വിഷമിച്ചു അല്ലേ? അച്ഛാ, ഞാനാകെ പേടിച്ചു പോയി അച്ഛാ. പോലീസുകാരെന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് കരുതി. എന്റെ ടീച്ചറാ എന്നെ രക്ഷിച്ചത്. മീനൂട്ടിയെ, സോറി മോളെ. ചേട്ടൻ കാരണം എന്റെ മോൾ ആകെ വിഷമിച്ച്. ഇനി ഒരു തെറ്റും എന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. എന്റെ മക്കളെ നല്ല സ്നേഹത്തോടെ നോക്കുന്നതിൽ ഞാനും പരാജയപ്പെട്ടു. ഞാനും ഇതിൽ കുറ്റക്കാരിയാണ്. ഇനി ആരും പരസ്പരം പഴിച്ചിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും സ്നേഹത്തോടെയും ഐക്യത്തോടെയും നല്ലൊരു കുടുംബമായി മാറണം. അത് ഓരോരുത്തരും ശ്രദ്ധിച്ചാ മതി. ടീച്ചർ, ഒരുപാട് നന്ദിയുണ്ട്. മോളെ, ടീച്ചറോട് ബായ് പറയൂ. നമുക്ക് വീട്ടിലേക്ക് പോകാം. ടീച്ചറെ, എന്നാ ഞാൻ പോയിട്ട് വരാട്ടോ. ചിരിച്ചിരിയോ നിന്നും വരച്ചിരിയിൽ പിറന്നാൾ പിറയോ, തുടി തുടിയോ നീ തൊടുതോടെ തൊടുക്കുന്ന തിരുവാതിരയോ, പെണ്ണിൻ കൂനുകൂടെ ചിന്നും കുറുനീത കഴുകന്റെ മുത്താര മുത്തായ മുത്തുമലക്കാറ്റയോ. ചിരിച്ചിരിയോ നിന്നും വരച്ചിരിയിൽ പിറന്നാൾ പിറയോ, തുടി തുടിയോ നീ തുടുതുടെ തുടുക്കുന്ന തിരുവാതിരയോ.